ഷംനയുടെ ലൈഫിലെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്താണ്? വീട്ടുകാരെ വിറപ്പിച്ച് ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത്. വീട്ടുകാരെ വിറപ്പിച്ച് ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളായിരുന്നു. അപ്പം വീട്ടുകാരെ വിറപ്പിച്ച് കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ റിയാലിറ്റി ഇല്ലെന്ന് മനസ്സിലായി. ഫേക്കായിരുന്നു. അർഹത ഇല്ലാത്ത ഒരാളെ കൂടാണ് വന്നുപെട്ടത്. ആ വ്യക്തിക്ക് വേണ്ടി എല്ലാം കളഞ്ഞു. പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് ഇന്നേ ഒരു പരിഗണനയോ ഒരു ചേർത്ത് പിടിക്കലോ ഒരു നല്ല ഓർമ്മകൾ പോലും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ലൈഫിൽ എന്ത് പാഠമാണ് പഠിച്ചത്? ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അമിതമായി സ്നേഹം ആർക്കും കൊടുക്കരുത്. സപ്പോസ് ആ ഒരു വ്യക്തി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു വ്യക്തിയോട് എന്താണ് പറയാനുള്ളത്? പ്രിയപ്പെട്ട ഭർത്താവിന് അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഭാര്യയെ കിട്ടട്ടെ. സത്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെടച്ചിലാണ് ഉണ്ടായത്. ആ ചിരിയുടെ പിന്നിൽ ഒരുപാട് വർഷത്തെ വേദനകൾ ഉണ്ടായിരിക്കും. ആത്മാർത്ഥമായി സ്നേഹിച്ച് വിശ്വസിച്ച് ആ ഒരു മനുഷ്യൻ്റെ കൈപിടിച്ച് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി പുതിയൊരു ജീവിതത്തിലേക്ക് വന്ന ഒരാൾ. ഒരുപക്ഷെ അയാളായിരുന്നിരിക്കാം ആ വ്യക്തിയുടെ ലോകം. ആ ഒരു സ്നേഹവും കരുതലും അയാൾ ആ ഒരു വ്യക്തിയിലേക്ക് കൊടുത്തിട്ടാണ് ആ ഒരു വിശ്വാസം നേടിയെടുത്തത്. ആ മനുഷ്യനിൽ നിന്ന് ആ ഒരു സ്നേഹവും കരുതലും ലൈഫിലും കിട്ടുമെന്ന് ആ ഒരു വ്യക്തിയും പ്രതീക്ഷിച്ച് കാണും. പക്ഷെ കിട്ടിയത് ഒറ്റപ്പെടലായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ വിങ്ങൽ അത് നിങ്ങൾക്കെല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവും. ഇന്നവരത് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സ് വല്ലാണ്ട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും. എനിക്ക് ആ മനുഷ്യനിൽ നിന്ന് ഒരു ചേർത്ത് പിടിക്കലോ ലൈഫിൽ ഓർമ്മിക്കാൻ ഒരു നല്ല നിമിഷം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു വേദന. ഒരു ഭാര്യ ഇത്രയും വർഷം ആ ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരു ദിവസം ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഒരു ദിവസം കൊണ്ട് ആ ഒരു വ്യക്തിയിൽ ഉണ്ടായ വേദനയല്ല, വർഷങ്ങളായി ഉള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു വേദനയാണ്. അവസാനം ഒരുപാട് വേദനിച്ചിട്ടാണെങ്കിലും ആ ഒരു വ്യക്തി പറഞ്ഞൊരു വാക്കുണ്ട്, അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഭാര്യനെ കിട്ടട്ടെ എന്ന്. അങ്ങനെ പറയുമ്പോൾ പോലും അവരുടെ ആ വാക്കുകളിൽ അവരുടെ മുഴുവൻ ജീവിതം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവരുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഒരു കാര്യം തോന്നി. സ്നേഹം ചോദിച്ച് അത് കൊടുക്കാൻ പറ്റാത്തവർ ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ പതിയെ ഇല്ലാതാക്കുന്നു. ഈ വിശ്വാസവഞ്ചന കാണിക്കുന്നവരോട് ഒരു ചോദ്യം, നിങ്ങൾ വഞ്ചിക്കാനാണെങ്കിൽ മറ്റൊരാളുടെ ലൈഫിലേക്ക് എന്തിന് കടന്നു ചെല്ലുന്നു? വിശ്വസിക്കാൻ പഠിപ്പിച്ചത് നിങ്ങൾ, സ്നേഹിക്കാൻ പഠിപ്പിച്ചതും നിങ്ങൾ, എന്നിട്ട് ആ ഒരു വിശ്വാസത്തെ തകർക്കുന്നതും നിങ്ങൾ തന്നെ. ഒരാളടുത്ത് സ്നേഹം നടിക്കാനൊക്കെ എളുപ്പമാണ്. ആ ഒരു സ്നേഹം സത്യമാണെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരുടെ ഹൃദയം നിങ്ങൾ വഞ്ചിച്ച് തകർക്കുകയല്ലേ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കതൊരു നേരമ്പോക്കായിരിക്കാം, പക്ഷേ നിങ്ങൾ വിശ്വസിച്ച ആ ഒരു വ്യക്തിയുടെ ജീവിതമല്ലേ അത് തകരുന്നത്. നിങ്ങൾ ചെയ്തത് വിശ്വാസങ്ങൾ നൽകി, സ്വപ്നങ്ങൾ നൽകി, പ്രതീക്ഷകൾ നൽകി അതെല്ലാം തകർത്തു. നിങ്ങൾക്കത് നേരമ്പോക്കായിരിക്കാം, അനുഭവിച്ചവർക്ക് അവർക്കവരുടെ ജീവിതം തന്നെയാണ് ഇല്ലാണ്ടായത്. ദയവ് ചെയ്ത് ആരും ആരുടെ ലൈഫും ഇമോഷൻസും വെച്ച് തമാശ കളിക്കരുത്. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും കൊടുത്ത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ലൈഫ് നശിപ്പിച്ച് കളയരുത്. എന്തോ എനിക്ക് കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയൂട്ടോ.